നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഒരു ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിൽ. സജീവമായി പൂവിപണി. ഒന്നേകാൽ കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. ചിന്നക്കടയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ കേരളത്തിലേക്ക് സ്ഥിരം കഞ്ചാവ് കടത്താറുണ്ടെന്ന് എക്സൈസ്. ഓണത്തിന് 100 മുറം പച്ചക്കറി ലക്ഷ്യം കൈവരിച്ച് KMML. മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഓണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഓണത്തെ സജീവമാക്കുന്ന ഘടകം ഓണവിപണിയാണ്. അതിൽ തന്നെ പൂവിപണിക്കാണ് ഏറെ ഡിമാൻഡ്. ഓണപ്പൂക്കളുടെ വിപണി സജീവമായി. ഉത്രാടനാടിൽ പൂവിൽപ്പന ഏറെ വർദ്ധിക്കും. നഗരങ്ങളിലും സംസ്ഥാന പാതകളിലെ പ്രധാന കവലകളും കേന്ദ്രീകരിച്ചാണ് പൂക്കച്ചവടം. ചുവപ്പ്, മഞ്ഞ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികളും അരളി, ജമന്തി, മറ്റ് നാടൻ പൂക്കളും ചില്ലി റോസും മുല്ലയും ബാംഗ്ലൂർ പൂക്കളും വിപണിയിലുണ്ട്. എന്നാൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ചില പൂക്കൾക്ക്. വിപണിയിൽ പൂക്കൾ വാങ്ങാനുള്ള തിരക്ക് വർദ്ധിച്ചു. മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് കിലോ 100-ന് മുകളിലാണ് വില. വാടാമല്ലിക്ക് 200 രൂപയുമുണ്ട്. പല നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾക്കും ആസ്ട്രോ പൂക്കൾക്കും 300 രൂപ മുതലാണ് കിലോയ്ക്ക് ഈടാക്കുന്നത്. പച്ചില എന്ന് വിളിക്കുന്ന ഇലവർഗത്തിന് കിലോ 150 രൂപ. ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിയിരിക്കുന്നത്. 100-200 രൂപയ്ക്ക് 8 തരം പൂക്കൾ അടങ്ങുന്ന കിറ്റ് ലഭിക്കും. 14 തരം പൂക്കളാണ് പൂവിപണിയിലുള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നു. ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ പൂക്കൾ എത്തിക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും എത്തിക്കുന്ന പൂക്കൾക്ക് ഇത്തവണയും വില കൂടുതലാണ്. കേരളത്തിൽ ചെണ്ടുമല്ലി വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തുകളുടെ സഹായത്തോടെ കുടുംബശ്രീകളും ചെണ്ടുമല്ലി കൃഷി നടത്തുന്നുണ്ട്. ഇത് പൊതുവിപണിയിൽ ചെണ്ടുമല്ലിക്ക് വില കുറയാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 1.25 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ചിന്നക്കടയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പശ്ചിമ ബംഗാളിൽ നിന്ന് സ്ഥിരമായി കഞ്ചാവ് ഇയാൾ കേരളത്തിലേക്ക് കടത്താറുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൊല്ലം ഈസ്റ്റ് വില്ലേജിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 1.25 കിലോ കഞ്ചാവുമായാണ് പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിലായത്. 1.26 കിലോഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഇയാൾക്കെതിരെ NDPS ചുമത്തി കേസെടുത്തു. വെസ്റ്റ് ബംഗാളിൽ നിന്നും നിരന്തരം കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് പറഞ്ഞു. തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തിവന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SS ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ CP ദിലീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ G ശ്രീകുമാർ, പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് MR, അജിത് BS, ജൂലിയൻ ക്രൂസ്, ജോജോ, ബാലു S സുന്ദർ, അഭിരാം H, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വർഷ വിവേക്, SK സുഭാഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷികോത്സവത്തിന്റെ ഭാഗമായി മെറിറ്റ് അവാർഡ് വിതരണം നടന്നു. അനുമോദനം, ആദരവ് എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നെടിയാണിക്കൽ ദേവീക്ഷേത്ര മൈതാനിയിൽ കാർഷികോത്സവം നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. ആകാശവാണി മുൻ പ്രോഗ്രാം ഓഫീസർ മുരളീധരൻ തരക്കര, വിവിധ മേഖലകളിലെ പ്രതിഭകൾ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. PN പ്രമോദ് നാരായൺ MLA അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കടലും കാടും പുലരുവി നാടിൻ പൊന്നോണത്തെ പാടിമാട്ടാൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഹൃദ്യമായ
സന്തോഷഭരിതമായ ഓണാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഇതൊരു ആനന്ദമാണ്. ഹാപ്പിനെസ് എന്ന വാക്കിന് നമ്മൾ സന്തോഷം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സു നിറയെ വാക്കുകൾക്കപ്പുറത്തുള്ള ഒരാനന്ദമുണ്ട്. 2005 കാലഘട്ടത്തിലേക്ക് മനസ്സൊന്ന് മടങ്ങിപ്പോവുകയാണ്. അത് വളരെ നിർമ്മലമായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾ കുട്ടികൾ കുറെ കാലം കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നടക്കും. ഗംഗ ഏറ്റവും ശുദ്ധമാകുന്നത് ഗംഗോത്രിയിലാണ് എന്ന് പറയാറുണ്ട്. ബ്രഹ്മപുത്ര നദിക്ക് ഏറ്റവും പുണ്യമുണ്ടാകുന്നത് മാനസ സരോവറിലാണ് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. നൈൽ നദി ഏറ്റവും തീർത്ഥ സമാനമാകുന്നത് ടാങ്കിനിക്ക തടാകത്തിലെ നിർച്ചാലുകളിലാണ് എന്നും വായിച്ചിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഒരു യാത്ര, പഴയ കാലത്തേക്ക് തിരികെ ഒരു യാത്ര, അത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും, നിർമ്മലമാക്കും, ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ദീപ, T മന്മഥൻ, V പ്രകാശ്, റഹ്മത്ത് റഷീദ, S ശ്രീജ, ശോഭ സജി, സുരേഷ് കോട്ടവിള, തൻസീർ കണ്ണനാകുഴി, G മധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഓണത്തിന് 100 മുറം പച്ചക്കറി എന്ന ലക്ഷ്യവുമായി ജൈവമൃതം എന്ന പേരിൽ നടപ്പാക്കിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലാണ് ജൈവം അമൃതം എന്ന പേരിൽ പച്ചക്കറി കൃഷി നടപ്പാക്കിയത്. TS കനാലിനോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ ഭൂമിയിലായിരുന്നു പച്ചക്കറി കൃഷി. ഇടവിളയായി ചെണ്ടുമല്ലിയും കൃഷി ചെയ്തു. 1ാം ഘട്ട കൃഷിയിൽ 20 കിലോ വീതമാണ് വിളവ് ലഭിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് ഹെഡ് MU വിജയകുമാർ നിർവഹിച്ചു. പ്രധാനമായിട്ടും നമ്മൾ ഏതാണ്ട് 50ഓളം എൻട്രികൾ നമുക്ക് കിട്ടി. അതിൽ 45ഓളം വാലിഡ് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ MD ലെവലിൽ തന്നെ നമ്മൾ ഗ്രീൻ സെല്ലിൽ എടുക്കുമെന്ന പക്ഷേ MD ലെവലിൽ തന്നെ അയച്ചു കൊടുക്കും. MD നിർദ്ദേശിച്ച ഒരു സെലക്ഷൻ പേര് ജൈവം അമൃതം, നമ്മുടെ അപ്പോൾ അത് ആ പേരാണ്, പവിതയാണ് അതിൻ്റെ പേരിൻ്റെ ആൾ. അപ്പോൾ ജൈവം അമൃതം എന്ന പേരാണ് നമ്മൾ ഇനിയുള്ള നമ്മുടെ അഗ്രികൾച്ചർ ഇനിഷ്യേറ്റീവ്സിന് കൊടുക്കുന്നത്. വലിയ പ്രദേശമുണ്ട്. ഇത് കമ്പനി ഏറ്റെടുത്ത മൈനിങ് നടത്താത്ത പ്രദേശമാണ്. ഈ പ്രദേശത്ത് നമുക്ക് ഓണത്തിന് 100 മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെറിയ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. 6 വിളകളാണ് ഇവിടെ ചെയ്തത്. ഈ 6 വിളകളും ഏകദേശം നമുക്ക് ഫലപ്രാപ്തി കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഇടവിള എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഈ പ്രാണികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജമന്തി പൂവിനെ നമ്മൾ വെച്ചത്. അതും നമുക്ക് നല്ല ഈൽഡ് കിട്ടി. ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മൾ MS യൂണിറ്റ് ഉള്ള കാലത്തോളം ഈ പ്രക്രിയ നമ്മൾ മുന്നോട്ട് പോകും. മിനറൽ സെപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് T കാർത്തികേയൻ, ഗ്രീൻ സെൽ കൺവീനർ CP ഹരിലാൽ, രാജഗോപാൽ, ഗോപകുമാർ, സന്തോഷ് കുമാർ, സന്തോഷ്, ഫെലിക്സ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പാലിയേറ്റീവ് രോഗികളുടെ കുടുംബസംഗമവും ഓണക്കിറ്റ് വിതരണവും നടത്തി. ക്ലാപ്പന ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണത്തണലിൽ ഒരു സ്നേഹ കൂട്ടായ്മ എന്ന പേരിലായിരുന്നു പരിപാടി. ക്ലാപ്പന ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് കെയർ ആണ് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. ഓണക്കിറ്റ്, ഓണപ്പുട വിതരണവും നടത്തി. ഓണത്തണലിൽ ഒരു സ്നേഹ കൂട്ടായ്മ എന്ന പേരിലായിരുന്നു പരിപാടി. കൊല്ലം കെയർ പ്രസിഡന്റ് K രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷം നിറഞ്ഞ ഒരു ആഘോഷ കാലമാണ്. കിടപ്പ് രോഗികളായാലും രോഗബാധിതരായാലും പ്രായം ചെന്നവരായാലും കുട്ടികളായാലും ആർക്കും ആ സന്തോഷത്തെ നിഷേധിക്കാൻ പാടില്ല. അവർക്കെല്ലാം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓണാഘോഷത്തിന്റെ നാനാതരത്തിലുള്ള കൂട്ടായ്മകളും ആഘോഷങ്ങളും. ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവ് കെയർ ക്ലാപ്പന സെന്റർ പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കോട്ടയിൽ രാജു, KG ശിവപ്രസാദ്, VP ജയപ്രകാശ് മേനോൻ, വസന്ത രമേശ്, TN വിജയകൃഷ്ണൻ, കുഞ്ഞിച്ചന്തു, ക്ലാപ്പന സുരേഷ്, നിയാസ് വട്ടത്തിൽ, ദീപ്തി രവീന്ദ്രൻ, കിഷോർ എന്നിവർ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയായി മാറുവാൻ ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് ക്ലാപ്പന സെന്ററിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും സന്തോഷത്തോടുകൂടി വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമേറും ഒന്നുപോൽ പുലരും നീരെത്രയോ ജാഗ്രമായി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള ഫ്രാൻസിസ് സേവ്യർ പുരസ്കാരം KS ബിജുകുമാറിന്. കരുനാഗപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് ചവറ മേക്കാട് A1 ഗ്രന്ഥശാലയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. KC പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാല സെക്രട്ടറിയാണ് KS ബിജുകുമാർ. 5001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കരുനാഗപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് ചവറ മേക്കാട് A1 ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ ഫ്രാൻസിസ് സേവ്യർ സ്മൃതി പുരസ്കാരത്തിനാണ് KC പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാല സെക്രട്ടറി KS ബിജുകുമാർ അർഹനായത്. A1 ഗ്രന്ഥശാലയുടെ നേതൃതലങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഫ്രാൻസിസ് സേവ്യറിന്റെ സ്മരണയ്ക്കായാണ് 5001 രൂപയും പ്രശസ്തി ഫലകവും ഉൾപ്പെട്ട പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 21 വർഷക്കാലം ഗ്രന്ഥശാല സെക്രട്ടറിയായി സേവനം ചെയ്തു വരികയാണ് ബിജുകുമാർ. 15 വർഷക്കാലം തേവലക്കര പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ, 10 വർഷം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം, ലൈബ്രറി പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പുത്തൻ സങ്കേതം KC പിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയായിട്ട് 21 വർഷക്കാലം സേവനം ചെയ്തുകൊണ്ട് ആ ഗ്രന്ഥശാലയെ, ഉദയ ഗ്രന്ഥശാലയെ മികച്ച വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റാനും സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം അദ്ദേഹം തേവലക്കര പഞ്ചായത്തിൻ്റെ നേതൃസമിതി കൺവീനറായി പ്രവർത്തിച്ചു. 10 വർഷക്കാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗമായും. സെപ്റ്റംബർ 3 നടക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വാർഷിക സമ്മേളനത്തിൽ പുരസ്കാരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ സമർപ്പിക്കും. സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ ചടങ്ങിൽ ആദരിക്കും. ആശയം എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ പ്രദേശവാസികളുടെ കൂടെ നിൽക്കുക. കിടപ്പ് രോഗികൾ, പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികളുണ്ട്. ഇപ്പം ഇത്തവണ നമുക്ക് ഏകദേശം 12ഓളം ക്യാൻസർ രോഗികളുണ്ട് അല്ലേ, 15ഓളം ക്യാൻസർ രോഗികളുണ്ട്. പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മളെ തീരദേശമാണ്, ഇവിടെ കരിമണൽ ഏരിയയാണ്. ആ ഏരിയയിൽ റേഡിയേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ നാൾക്കും നാൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ ഒരു ദിവസം അവർക്ക് ഓണത്തിൻ്റെ അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അവരെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയേറെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം പ്രദേശവാസികളുടെ കൂടെ നിർത്തിക്കൊണ്ട് അവർ നൽകുന്ന സഹായങ്ങളും കൂടെ ചേർത്താണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് S രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. അർബുദ രോഗികൾക്കുള്ള ചികിത്സാ സഹായം, നിർധന വിധവകൾക്കുള്ള ഓണക്കിറ്റ്, വിദ്യാഭ്യാസ മെരിറ്റ് അവാർഡുകൾ, കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവയും വിതരണം ചെയ്യും. 4 ഓണസദ്യയും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അനിൽ പുത്തേഴം, യോഹന്നാൻ ആന്റണി, S രാധാകൃഷ്ണൻ, ജെയിംസ് ജോസഫ്, VM ജോയി, S രതികുമാർ, K അജയ്കുമാർ, J ബേസിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. അഴീക്കൽ ഹാർബർ കോർഡിനേഷൻ തൊഴിലാളികൾക്ക് CR മഹേഷ് MLA ഓണസമ്മാനം നൽകി. ഹാർബറിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഓണസമ്മാനം വിതരണം ചെയ്തു. ആലപ്പാട് അഴീക്കൽ ഹാർബർ കോർഡിനേഷൻ തൊഴിലാളികൾക്കാണ് ഓണസമ്മാനം നൽകിയത്. ഹാർബറിലെ മുഴുവൻ തൊഴിലാളികൾക്കും CR മഹേഷ് MLA ഓണസമ്മാനം വിതരണം ചെയ്തു. ഇതിപ്പോൾ തുടക്കം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ആശയം വരാൻ കാരണം നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് നിങ്ങളാണ്. കൊച്ചുകുടുംബം കാലത്ത് നിങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സാഹസികതയാർന്ന തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും പട്ടിണിയും കണ്ണുനീരും മാത്രമാണ്. ദൈവം മാത്രമാണ് തുണ. ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് കടലിൽ പോകുന്നതും തിരികെ വരുന്നത് വരെയും. ഈ മേഖലയിലെ നിരവധിയായ വിഷയങ്ങളും, കടലിൽ കയറിയാൽ, കണ്ടെയ്നർ വന്നാൽ, കപ്പൽ മറിഞ്ഞാൽ, കാലാവസ്ഥ കുഴപ്പമില്ല, ഇതെല്ലാം വന്ന് ഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ തലയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിലെ ഈ അസംബ്ലി കൂടുന്നവരും പറഞ്ഞു, നിയമസഭയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയം ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് വലക്കുണ്ടാകുന്ന നാശനഷ്ടം. അപ്പോൾ അത് ഈ വരുന്ന നിയമസഭയിൽ ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നൽകുന്ന സമ്മാനം അത് എന്ത് സമ്മാനമാണെന്നുള്ളതല്ല, അപ്പോൾ അതിൻ്റെ വിലയല്ല, അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, വിയർപ്പിൻ്റെ, എൻ്റെ സ്നേഹത്തിൻ്റെ, നമ്മൾ തമ്മിലുള്ള. പൂക്കോട്ട് അരയക്കരയോഗം പ്രസിഡന്റ് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബഹുമാന്യനായ MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ തൊഴിലാളികൾക്ക് ഒരുപാട് വിഷയങ്ങളുള്ളവരാണ്. ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ. പക്ഷേ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ ജനകീയനായ MLA ഒരു താല്പര്യങ്ങളും ഇല്ലാതെ, ഒരു രാഷ്ട്രീയവും ഇല്ലാതെ മുഴുവൻ തൊഴിലാളികൾക്കും ഈ ഓരോ മേഖല തിരിച്ചാണ് അദ്ദേഹം. ഇപ്പം
ചിറ്റുമൂല നാസർ സ്വാഗതം പറഞ്ഞു. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ്, വൈസ് പ്രസിഡന്റ് ഷൈമ, BS വിനോദ്, നീലുകുളം സദാനന്ദൻ, ചന്ദ്രബോസ്, രാജപ്രിയൻ, സുനിൽ കൈലാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 110 കിലോഗ്രാം രാമച്ചുത്തിൽ ഗണേശ വിഗ്രഹം തീർത്ത് ശിവസേന പ്രവർത്തകർ. ഓച്ചിറയിലാണ് 14 അടി ഉയരമുള്ള ഗണേശ വിഗ്രഹം രാമച്ചുത്തിൽ തീർത്തത്. ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ 110 കിലോഗ്രാം രാമച്ചം ഉപയോഗിച്ച് ഗണേശ വിഗ്രഹം നിർമ്മിച്ചത്. പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപമാണ് 15 ദിവസം കൊണ്ട് 14 അടി ഉയരവും 6 അടി വീതിയുമുള്ള കൂറ്റൻ ഗണേശ വിഗ്രഹം നിർമ്മിച്ചത്. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷം ആലപ്പുഴ കടൽ തീരത്ത് ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. SNDP യോഗം കുണ്ടറ യൂണിയനിൽ ഓണാഘോഷം നടത്തി. ഓണസദ്യയും ഓണക്കോടി വിതരണവും നടത്തി. SNDP യോഗം കുണ്ടറ യൂണിയനിൽ ഓണാഘോഷവും ഓണസദ്യയും ഓണക്കോടി വിതരണവും നടത്തി. ഓണക്കോടി വിതരണവും ഓണസദ്യയും യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ G. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇരിക്കുന്ന ഓരോ കുട്ടിയും ഓരോ ജീനിയസാണ്. അവരുടെ ടാലന്റ് കണ്ടു നിങ്ങൾ ഒരു കാരണവശാലും ഇവരെ ഇന്നത് പഠിക്കുന്നു നിർബന്ധിക്കരുത്. അവർക്ക് അവരുടേതായ ടാലന്റ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഇത്രയും മാർക്ക് മേടിച്ച കുട്ടികൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയും ജീനിയസാണ്. MLA പറഞ്ഞതുപോലെ ചില കലാകാരന്മാരും ഉണ്ടായിരിക്കും, കായിക താരങ്ങളുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇതിൽ വലിയ സംഭവമല്ല. ഈ മാർഗമൊക്കെ മേടിച്ചത് ശരി തന്നെ എന്ന് വിചാരിച്ച് നമ്മുടെ ഓരോ കുട്ടികളെയും നമ്മുടെ ആ ടാലന്റ് അനുസരിച്ച് പഠിപ്പിക്കും. വൈസ് പ്രസിഡന്റ് S. ഭാസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് S. അനിൽകുമാർ, കൗൺസിലർ S. അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കലും PC. വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കല്യാണങ്ങളിലെല്ലാം പോയി എന്നുള്ളത് സത്യമാണ്. 6-7 കല്യാണത്തിന് പോയെങ്കിലും അടുത്ത സ്ഥലത്ത് നിന്ന് ഊണ് കഴിക്കാൻ വന്നു. അവസാനത്തെ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ 2:30 എത്തണമല്ലോ, അവിടെ ഊണ് കഴിക്കാൻ കയറിയാൽ ഇനി ഇവിടെ എത്തണ താമസിക്കും എന്ന് കരുതിയിട്ട് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത് ഒഴിവാക്കിയാണ് വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓണസദ്യയുടെ ഭാഗമാകാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, S. ഭാസി, M. അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. മൈക്രോ ഫിനാൻസ് വിതരണം യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ G. ജയദേവൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം ജില്ലാ വെക്ടർ യൂണിറ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം നടത്തിയത്. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള കൊല്ലം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലാണ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ VBD ഓഫീസർ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ, സുനിൽകുമാർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിപുലമായ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഒരു ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിൽ. സജീവമായി പൂവിപണി. ഒന്നേകാൽ കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. ചിന്നക്കടയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ കേരളത്തിലേക്ക് സ്ഥിരം കഞ്ചാവ് കടത്താറുണ്ടെന്ന് എക്സൈസ്. ഓണത്തിന് 100 മുറം പച്ചക്കറി ലക്ഷ്യം കൈവരിച്ച് KMML. മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.